മോർണിംഗ് നമുക്കിത് കുറച്ച് വെറൈറ്റി പിടിച്ചാലോ. ഇന്ന് നമ്മൾ ഡെയിലി ചെയ്യുന്ന ക്രാഫ്റ്റ് ഒന്നുമല്ല, പകരം മെഹന്തി ഇടാൻ പോകുന്നത്. എനിക്കുണ്ടല്ലോ ഈ മെഹന്തി ഇടാനൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ എൻ്റെ ചേച്ചി നല്ല അടിപൊളിയായിട്ട് ഇടുകയും ചെയ്യുമായിരുന്നു. ഈ ബ്രൈഡ്സിനും ഗസ്റ്റിനൊക്കെ ചേച്ചി നല്ല അടിപൊളിയായിട്ട് ഇട്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ എനിക്കൊന്നും അറിയില്ല. ഈ പരിപാടിക്കൊക്കെ ഞാൻ ചുമ്മാ കൂടെ പോയി ഇരിക്കത്തേ ഉള്ളായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ ഡ്രോയിങ് പരിപാടിയും ക്രാഫ്റ്റ് വർക്കൊക്കെ തുടങ്ങിയത്. അപ്പോഴാണ് ചേച്ചി പറഞ്ഞത്, നിനക്ക് ഈ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ മൈലാഞ്ചി ഇടാൻ പറ്റുമല്ലോ എന്ന്. അങ്ങനെ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. പിന്നെ ചേച്ചിയും കുറെ സഹായിച്ചു കേട്ടോ. അങ്ങനെയൊക്കെ ഇട്ടിട്ട് നോക്കിയാ പഠിച്ചത്. പക്ഷെ ആദ്യമൊക്കെ ഇട്ടപ്പോഴത്തേനും ഭയങ്കര ബോറായിട്ട് തോന്നി. എനിക്ക് തന്നെ അയ്യേന്നായിപ്പോയി. പക്ഷെ ഇപ്പൊ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലൊക്കെ ഇടാൻ പഠിച്ചു. നേരത്തെയൊക്കെ ചേച്ചിക്ക് കൂട്ടായിട്ട് ചേച്ചിയുടെ കൂടെ പോയിരുന്ന് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ഇടുന്നത്. പക്ഷെ ഇപ്പൊ കൂടെ പോയി ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സ്കൂളിലെ ടീച്ചർമാർക്കും കൂട്ടുകാർക്കും ഒക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. എന്തേലും പുതിയ വെറൈറ്റി ഡിസൈൻ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ അക്കച്ചിര പരീക്ഷണ വസ്തുവാകും. നമുക്ക് ബ്രൈഡ്സിനൊക്കെ ഇടണമെങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. പേജ് ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ, ഒരുപാടൊന്നും ആയിട്ടില്ല തുടങ്ങിയിട്ട്. മെഹന്തിയൊക്കെ വർഷങ്ങൾ മുമ്പ് ഇടാൻ തുടങ്ങിയിരുന്നെങ്കിലും പക്ഷേ ഇപ്പോഴാണ് ഇത് പേജൊക്കെ തുടങ്ങാനുള്ള ബുദ്ധിയൊക്കെ വന്നത്. അപ്പം നിങ്ങൾക്ക് ബ്രൈഡ്സിൻ്റെയൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഈ മെഹന്തിയൊക്കെ ഇടാൻ അറിയാത്തവരാണേലും അയ്യോ എനിക്കൊന്നും ഇടാൻ അറിയില്ല, എന്നെക്കൊണ്ട് കൂട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിലും അങ്ങനെ വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ എന്നെപ്പോലെ ഞാൻ പരിശ്രമിച്ചാണ് ഇവിടെ വരെ എത്തിയത്. പണ്ടൊക്കെ ചേച്ചി പറയായിരുന്നു, നീ ഇട്ട് നോക്കുമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഓ എന്നെക്കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല, ചേച്ചി തന്നെ ഇട്ടാൽ മതിയെന്ന്. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ, അത് ചെയ്ത് നോക്കിയപ്പോഴത്തേനും വളരെ എളുപ്പമായി. അപ്പം നിങ്ങൾക്കും അറിയത്തില്ലെങ്കിൽ ഈ അച്ചൊക്കെ അടിക്കാതെ തന്നെ ഇട്ടിട്ട് നോക്കണം. അപ്പം സാധാരണയായിട്ട് ഇട്ട് വരും, നല്ല അടിപൊളിയായിട്ട് കിട്ടും ചെയ്തു. ആദ്യമൊക്കെ ഭയങ്കര ബോറായിരിക്കും, പിന്നെ ഇട്ടിട്ട് അത് ഓക്കെ ആയിക്കോളും. ഇത് വെറുതെ ഇട്ടപ്പോൾ ചുമ്മാ വീഡിയോ എടുത്തതേ ഉള്ളൂ, ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായിട്ട് എടുത്തതല്ല കേട്ടോ. ഇതുപോലത്തെ കുറേ ഉണ്ട് വീഡിയോയും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റാതെ. അന്ന് ഇതൊന്നും ഓർക്കത്തില്ലല്ലോ, നമുക്ക് അതിനുള്ള ബുദ്ധി തോന്നുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഓരോന്നൊക്കെ ഇടുമ്പോഴൊക്കെ ബുദ്ധി തോന്നുന്നത്. ഇപ്പോഴൊക്കെ ഓരോന്നൊക്കെ കയ്യിലൊക്കെ ഇടുമ്പോഴത്തേക്കിനും അതൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കാറുണ്ട്. പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ദൈപ്പത്തൊട്ട. അപ്പം മെഹന്തി ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിഷമിച്ചിരിക്കേണ്ട. ട്രൈ ചെയ്താൽ നമുക്ക് ആർക്ക് വേണം ഇട്ട് നോക്കാൻ പറ്റും. അയ്യോ, പേജിന്റെ പേര് പറയാൻ വിട്ടുപോയി. പേജിന്റെ പേര് ഹെന്ന ബയാഷി. ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.